വെൽക്കം ടു മാഗസ് അക്കാഡമി റെക്കോർഡിംഗ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മൾ MOS-ന്റെ മോഡ്യൂൾ 1 and 2-ന്റെ പാർട്ട് 1 എന്ന് പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞാൽ പക്ക ഒരു തിയറി ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു. ആ പോർഷൻ ഏതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് അതിന്റെ തന്നെ എന്തിലേക്കാണ്, പ്രോബ്ലമാറ്റിക് സെക്ഷനും പിന്നെ അതിൽ ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോ MOS-ലെ നമുക്ക് ഈ ഒരു സെക്ഷൻ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പറയണത്. ഇപ്പോൾ 2015 ആണെങ്കിലും 19 ആണെങ്കിലും മെക്കിനാണെങ്കിലും സിവിലിനാണെങ്കിലും എല്ലാ പോർഷൻസും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ മെക്കിനാണെങ്കിലും സിവിലിനാണെങ്കിലും 1 and 2 പോർഷനിൽ ഇത് ഉണ്ട്. പിന്നെ മെക്കിന് 15 സ്കീം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ 15 to 19 കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു രണ്ടോ മൂന്നോ വീഡിയോയിലൂടെ കൂടിയിട്ട് 1 and 2 മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് 1 and 2 നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കും. ഒരു 3 പോർഷൻസ് അല്ലെ 4 പോർഷൻസ് 3 പോർഷൻസിലാണ് നമുക്ക് തീരാവുന്നതേ ഉള്ളൂ. അപ്പോ നമുക്ക് അതിന്റെ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷൻ, ഡെൽറ്റാലിന്റെ ഇക്വേഷൻ, നിങ്ങൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെൽറ്റാലിന്റെ ഇക്വേഷൻ ആണ്. ഡെൽറ്റാലിന്റെ ഇക്വേഷൻ എന്ന് വരുന്ന ഒരു പ്രോബ്ലം തന്നെ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ കാണാൻ അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഇലോങ്ങേഷനും കാണാനുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം. ക്വസ്റ്റ്യന് നമ്മള് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഒന്നും പ്രോബ്ലം അല്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എക്സാം വരികയാണെങ്കിൽ മാത്രം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോകും. അത് ഒരു 3-4 പാർട്ട്, നമ്മൾ ഒരു 3 പാർട്ടോളം നമ്മൾ ഈ ഒരു 8 സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സർക്കുലർ ബാർ ഓഫ് ഡയമീറ്റർ 20 mm ആൻഡ് 500 mm ലോങ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സ് 45 kN. The modulus of elasticity of steel may be taken as 200 kN per mm². Find stress, strain and elongation of the bar due to applied load. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്നുള്ളത് നമ്മളൊന്ന് എഴുതണം. അതിൽ ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഡയമീറ്റർ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഡയമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 20 mm. അപ്പൊ 20 mm ഡയമീറ്റർ തന്നിട്ടുണ്ട്. അടുത്ത ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 500 mm. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മളെല്ലാം mm വേണം നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അടുത്ത നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ഗിവൺ ആണ്. ലോഡ് നമ്മൾ P എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എത്രയാണ്? 45 kN ആണ്. പക്ഷേ നമുക്ക് എന്ത് വേണം? 45 kN എന്ന് പറഞ്ഞിട്ട് കിലോന്യൂട്ടൺ നമ്മൾ എന്തിലേക്ക് മാറ്റിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്? ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 1 സെക്കൻഡ്. ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ 45 × 10⁻³ ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് അല്ലെ. ഇ തന്നിട്ടില്ലേ? അപ്പൊ ഇയുടെ വാല്യൂ എത്രയാണ്? യങ്സ് മോഡുലസ് നമ്മൾ ഇ എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. ഇ എത്രയാണ് തന്നിരിക്കുന്നത്? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 kN per mm² ആണ്. നമുക്ക് എന്തിലേക്ക് മാറ്റണം? കിലോന്യൂട്ടൺ മാറ്റിയിട്ട് നമ്മുടെ കിലോന്യൂട്ടൺ mm² മാറ്റിയിട്ട് ന്യൂട്ടൺ mm² എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം അല്ലെ. അപ്പൊ കിലോനെ മാറ്റണം അവിടെ. അപ്പം 200 × 10⁻³ ന്യൂട്ടൺ per mm². അതാണ് നമ്മുടെ യൂണിറ്റ് വരിക അല്ലെ. യൂണിറ്റുകളെല്ലാം മാറ്റി നമ്മളോട് എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? എന്തൊക്കെ കണ്ടുപിടിക്കാനാ ചോദിച്ചിരിക്കുന്നത്? സ്ട്രെസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? സ്ട്രെയിൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്? ഡെൽറ്റ എൽ നമ്മൾ അപ്ലൈഡ് ലോഡ് കാരണം ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. റെഡി ആണല്ലോ. അപ്പൊ ഗിവൺ ഡാറ്റാസ് കിട്ടി. ഇനി നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം എന്താണ്? സ്ട്രെസ് ആണ്. ആണല്ലോ, സ്ട്രെസ് ആണ് നമ്മളോട് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഫോഴ്സ് നമുക്ക് അറിയാം എത്രയാണ്? 45 × 10⁻³ ന്യൂട്ടൺ ആണ്. ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഏരിയ എന്താന്ന് കാണാം. ഏരിയ കാണാൻ വേണ്ടി നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഡയമീറ്റർ അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡയമീറ്റർ വെച്ചിട്ട് നമുക്ക് ഏരിയ കാണണം. നമുക്കറിയാം ഡയമീറ്റർ വെച്ച് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയി ക്രോസ് സെക്ഷൻ. അപ്പൊ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 5/4 × d². d എന്ന് പറഞ്ഞാൽ 20². അപ്പൊ അതിന്റെ ഏരിയ കിട്ടും. 5/4 × 20² വാല്യൂ കാണാം. അപ്പോ നമുക്ക് വരുന്നത്
314.159 mm² ആണ്. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന ഏരിയ. ഓക്കെ, ഒരു മിനിറ്റ്. ഇത്രയാണ് നമ്മളെ ഏരിയ വരുന്നത്. സോ സിഗ്മ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. സിഗ്മ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാ? 45 × 10⁻³ ഡിവൈഡഡ് ബൈ 314.159 അല്ലെ? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 45 × 10⁻³ ഡിവൈഡഡ് ബൈ ആൻസർ നമുക്ക് സ്ട്രെസ് കിട്ടുന്നത് 143.29 ആണ്. 143.29 Nm/mm² ആണ് സ്ട്രെസ്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് സ്ട്രെസ് കിട്ടി. അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്ട്രെസ്, ഇത് നമുക്ക് കിട്ടി അല്ലെ? ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കണം. അത് കാണാൻ വേണ്ടിയിട്ട്, സ്ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് സ്ട്രെയിനിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? സ്ട്രെയിനിന്റെ ഇക്വേഷൻസ് വരുന്നത്, സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ΔL/L ആണ്. അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ΔL കണ്ടുപിടിക്കണം. ΔL നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൂന്നാമതായിട്ട് കണ്ടുപിടിക്കണ്ടേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ΔL ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് സ്ട്രെയിൻ ഇങ്ങനെ കാണാം. ഓക്കെ, ഞാൻ വേറൊരു ഇക്വേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടെ പറയാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഒന്നും കൂടെ ആപ്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. സോ അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. അതിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 143.29 ആണ് അല്ലെ? ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് എത്രയാ തന്നിട്ടുണ്ട്? എത്രയാണ്? 200 × 10⁻³ അല്ലേ? 200 × 10⁻³ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനമാണ് ഇവിടെ ഉണ്ടതാ. യങ്സ് മോഡുലസിന്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെഡി? ആ വാല്യൂ എടുത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് നേരത്തെ കണ്ടുപിടിച്ച ആൻസറിനെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 200 × 10⁻³ ആൻസർ വരുന്നത് 7.16 × 10⁻⁻⁴ ആണ് ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് 7.16 × 10⁻⁻⁴. അത്രയാണ് സ്ട്രെയിനിന്റെ വാല്യൂ വരുന്നത്. റെഡി? അപ്പൊ സ്ട്രെയിനിന്റെ വാല്യൂ അത് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ആണ്, വേറൊന്നും ചെയ്തിട്ടില്ല. അടുത്ത പോർഷനിൽ അടുത്ത നമ്മോട് കാണാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? അടുത്ത നമ്മോട് കാണാൻ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ. എന്താ കാണാൻ പറഞ്ഞേക്കുന്നേ? ഇതല്ലേ, ഇലോങ്ങേഷൻ അല്ലേ കാണാൻ പറഞ്ഞേ? അപ്പൊ ഇലോങ്ങേഷൻ കാണാം. ഇലോങ്ങേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോറി, ΔL is equal to PL divided by AE ആണ്. ഓക്കെ, PL divided by AE. P ന്റെ വാല്യൂ നമുക്കറിയാം. P എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. എത്രയാണ്? 45 kN അല്ലേ? 45 × 10⁻³ L എന്ന് പറഞ്ഞാൽ 500 mm. 500 divided by A ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. A എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചേ? A നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 314.159. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 200 × 10⁻³ 10⁻³ ഈ 10⁻³ കട്ട് ചെയ്ത് പോയി ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക. 45 × 500 divided by 314.159 × 200. ആൻസർ കിട്ടുന്നത് 0.358 ആണ് ആൻസർ കിട്ടുന്നത്. 0.358. ഓക്കെ, അത്രയും mm. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. റെഡി?
3.358 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ ആ പ്രോബ്ലം കഴിഞ്ഞ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അത് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല, ഈ പ്രോബ്ലം ചെയ്തത് എല്ലാവരും ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തേക്കുന്നത്. അപ്പോ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഓക്കെ, അടുത്ത പ്രോബ്ലം എന്താന്ന് നോക്കിയേ. ഒരു കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൈഫിൽ നമ്മൾ എവിടേക്കാണ് ഇപ്പൊ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ ഒരു യൂസേജ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർവേയർ ടാപ്പിന്റെ സാധാരണ ഇത്രയും ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ലപ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാറ്. ഇനി എങ്ങാനും ഡെഫായി വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒന്നും കൂടി ആപ്ലിക്കബിൾ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സർവേ സ്റ്റീൽ ടാപ്പ് 30 meter long has a cross section of 15 mm by 0.75 mm. What with this line AB is measured as 150 meter. If the force applied during the measurement is 100 Newton, more than the force applied at the time of calibration, what is the actual length of the line? Take modulus of elasticity of steel as 200 kilonewton per mm square. എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏരിയ എന്ന് പറഞ്ഞ സാധനം നേരിട്ട് തന്നെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മളെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാപ്പിനെ പറ്റി അവിടെ സംസാരിക്കുന്നത്. ആ ടാപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ ടാപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അതാണ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന സാധനമാണ്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞേക്കുന്ന ലെങ്ത് ഓഫ് ടാപ്പ്, ടാപ്പിന്റെ ലെങ്ത് 30 മീറ്റർ ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ടാപ്പിന്റെ ലെങ്ത് 30 മീറ്റർ, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 15 mm by 0.75 mm എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉള്ള ആ ഒരു ടാപ്പിന് 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വലിക്കുകയാണ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവേർ ടാപ്പില്ലേ, നമ്മൾ അളക്കാൻ കൊണ്ടുവന്ന ടാപ്പില്ലേ, ആ ടാപ്പാണ്. ആ ടാപ്പിനെ നമ്മൾ വലിക്കുകയാണ്. ടാപ്പിനെ രണ്ടെണ്ണം വലിച്ചിട്ടല്ലേ നമ്മൾ അളക്കുക, ആ വലിക്കുക. അപ്പൊ 100 ന്യൂട്ടൺ ആ വലിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ് 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ കൊടുത്ത് നമ്മൾ വലിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു വട്ടം എത്ര മീറ്റർ വരെ അളക്കാൻ പറ്റും ആ ടാപ്പ് ഉപയോഗിച്ച്? 30 മീറ്റർ വരെ അല്ലെ. അങ്ങനെ നമ്മൾ 150 മീറ്റർ നീളമുള്ള ഒരു ലൈന് നമുക്ക് അളന്ന് കണ്ടുപിടിക്കണം. എ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ അളന്നു തുടങ്ങാം. ആദ്യം 30 മീറ്റർ അളന്നു, പിന്നെയും ആ നിർത്തിയ സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു 30 മീറ്റർ അളന്നു, പിന്നെയും 30 മീറ്റർ അളന്നു, പിന്നെയും 30 മീറ്റർ അളന്നു, പിന്നെയും 30 മീറ്റർ അളന്നു. അങ്ങനെ 150 മീറ്റർ അളക്കാൻ 30 മീറ്റർ ടാപ്പ് ഉപയോഗിച്ച് എത്ര തവണ അളക്കണം നമുക്ക്? ഷുവർ എത്ര തവണയാണ്? എത്ര തവണ നമ്മൾക്ക് അളക്കണം? 5 ടൈംസ് അല്ലെ. അപ്പൊ 5 ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം ആണല്ലോ. 5 തവണ 30 മീറ്റർ കൊണ്ട് അളന്നാലാണ് 150 മീറ്റർ കിട്ടുക. അപ്പൊ 5 തവണ നമ്മൾ അളക്കണം. ഓരോ തവണ അളക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടാപ്പ് വലിക്കാൻ ഉപയോഗിക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, 100 ന്യൂട്ടൺ ആണ്. അതുപോലെ എന്തുണ്ട്? 15 by 0.75 എന്ന് പറഞ്ഞാൽ അത്ര ഏരിയ ഉണ്ട് ആ ടാപ്പിന്. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണ് ശരിക്കും നിങ്ങൾ 150 മീറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയാണ് അവിടെ അളന്നത്? ഒന്നുമില്ല, ഓരോ തവണ നമ്മൾ അത് അളക്കുമ്പോൾ ആ ടാപ്പിന് ഇലോങ്ങേഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം ലോഡ് അപ്ലൈ ചെയ്യുന്നില്ലേ, സ്വാഭാവികമായിട്ട് ഇലോങ്ങേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് മൊത്തം 150 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര അളന്നിട്ടുണ്ടാവുക? ഓരോ തവണ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഇൻറ്റു 5 ടൈംസ്. 5 ടൈംസ് അങ്ങനെ അളക്കുന്നില്ല, അപ്പൊ 5 ടൈംസ് പ്ലസ് 150 മീറ്റർ എന്ന് പറഞ്ഞാൽ 150 എന്ന് പറഞ്ഞിട്ട് 150നെ കൂടുതൽ നമ്മൾ മെഷർ ചെയ്യുന്ന കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ഇൻറ്റു ഡെൽറ്റ. ഓരോ തവണ ഉണ്ടാവുന്ന ഇലോങ്ങേഷന് ഇൻറ്റു 5 ആയിരിക്കും ആ കൂടുതൽ ഉണ്ടാവുന്ന എമൗണ്ട്. ഓക്കെ, സിമ്പിൾ ആണ് ചെയ്യാൻ. നമുക്ക് ആദ്യം തന്നെ അപ്പൊ ഇതിൽ എന്ത് കണ്ടുപിടിക്കണം എന്നാ? ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ എൽ കണ്ടുപിടിക്കുക. പിന്നെ ആക്ച്വൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കണം. റെഡി? ഈ 2 കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. റെഡി ആണല്ലോ? ഈ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ഡിവൈഡഡ് ബൈ എ ഇ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പി അല്ലെ. പി എത്രയാണ്? ഗിവൻ ഡാറ്റയിൽ എഴുതൂ. എത്രയാണ് പി വന്നിരിക്കുന്നത്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ന്യൂട്ടൺ. റെഡി? എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിന്റെ ലെങ്ത് എത്രയാ? 30 മീറ്റർ. അപ്പൊ 30 മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിനെ എം എമ്മിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1000 mm ആണ്. അപ്പം 10⁻³ mm, 30 × 10⁻³ mm. ഓക്കെ, അത് കിട്ടി. അടുത്തത് പിയും എല്ലും കിട്ടി. എ വേണം. എയുടെ വാല്യൂ എ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 15 × 0.75 ആണ് നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 15 × 15 mm / 0.75 ആണല്ലേ. ഓക്കെ, അപ്പൊ എത്ര വാല്യൂ വരുന്നത് നോക്കിയാൽ മാത്രം മതി. ആൻസർ വരുന്നത് 11.25 ആണ് കേട്ടോ. 25 mm² ആണ്. റെഡി? അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടേ? യങ്സ് മോഡുലസ്. എയും കിട്ടി, ഇ ആണ് വേണ്ടത്. ഇ എത്രയാണ്? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 kN/mm² ആണ്. അപ്പൊ 200 × കിലോനെ മാറ്റി 10⁻³ Nm/mm² ആണ് ആൻസർ വരുന്നതും കിട്ടി. ഇനി നമ്മൾ ഡെൽറ്റാലിന്റെ ഇക്വേഷൻ എടുക്കുക. ഡെൽറ്റ എൽ = PL/AE ഇട്ട് കൊടുക്കുക. വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്റെ വാല്യൂ 100 × എല്ലിന്റെ വാല്യൂ 30 × 10⁻³ ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 11.25 × ഇയുടെ വാല്യൂ 200 × 10⁻³ 10⁻³ കട്ട് ബാക്കിയുള്ള ചെയ്യാം. 100 × 30 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് കൊടുക്കുക 11.25 × 200. വാല്യൂ വരുന്നത് 1.333 ആണ്. ഓക്കെ, mm ആണ് ഓരോ തവണ ആ ടാപ്പ് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ. അങ്ങനെ എത്ര തവണ വലിക്കണം? 5 തവണ. അപ്പൊ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഇലോങ്ങേഷൻ അതെത്രയായിരിക്കും? 5 × 1.333 ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ വരുന്നത് 6.666 mm ആണ് വരുന്നത്. ഇതാണ് ടോട്ടൽ ഇലോങ്ങേഷൻ വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്ന ആക്ച്വൽ ലെങ്ത് ആണ്. ആക്ച്വൽ ലെങ്ത് കാണണമെങ്കിൽ അടുത്തതാണ് കാണേണ്ടത് നമുക്ക് ആക്ച്വൽ ലെങ്ത് അല്ലെ. അപ്പൊ ആക്ച്വൽ ലെങ്ത് നമ്മൾ കാണാൻ പോവാണ്. ആക്ച്വൽ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മീറ്റർ അളന്നു. 180 മീറ്റർ എന്ന് പറഞ്ഞാൽ 150 × 10⁻³ അളന്നിട്ട് എന്തുണ്ടായിണ്ടാവും? ടോട്ടൽ ഇലോങ്ങേഷൻ ആഡ് ചെയ്യണ്ടേ? ടോട്ടൽ ഇലോങ്ങേഷൻ ആഡ് ചെയ്യണം അല്ലെ. അത്രയും വേണ്ടിയില്ലേ? അതായിരിക്കില്ലേ നമ്മൾ 180 പറഞ്ഞാൽ 30 മീറ്റർ ടാപ്പ് വെച്ച് 5 വട്ടം അളന്നു. അപ്പൊ എന്തോന്ന് 180 ആ 30 മീറ്റർ ടാപ്പിന്റെ ഇലോങ്ങേഷൻ ഇല്ലാണ്ട് തന്നെ 180 ആയി. പ്ലസ് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഇലോങ്ങേഷനും കൂടി ആഡ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 180 × 10⁻³ പ്ലസ് 6.666 6.666 അല്ലെ. അപ്പൊ വരുന്നത് എത്രയും നോക്കണം. ആൻസർ വരുന്നത് 15.667 എന്ന് വരും. അത്രയും mm എന്ന് വരും. ഓക്കെ, ഇത്രയും നമ്മൾ അളക്കും. ഓക്കെ, മീറ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റ് 3ലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ആൻസർ ഇങ്ങനെ വരും 150.00667 മീറ്റർ. ഇത്രയും ശരിക്കും മെഷർ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ആക്ച്വൽ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പത്തെ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റീൽ ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ അളക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഏകദേശം ലോഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും നമ്മൾ അളക്കുന്ന 180 മീറ്റർ ആയിരിക്കും. അതിനേക്കാളും കൂടുതൽ അളക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ആ വാല്യൂ ആണ് നമ്മൾ ഇപ്പൊ കണ്ടെത്തിയേക്കുന്നത്. റെഡി? അപ്പൊ നമ്മളെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷൻ നേരിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അതിലും വരുന്നത്. കുറച്ച് ഇക്വേഷന് കുറച്ച് മാറ്റം വരും. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്ഡ് ബാർ ആണ്. സ്റ്റെപ്ഡ്
ബാർ. ഓക്കെ, എന്താ സ്റ്റെപ്ഡ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത് ഇങ്ങനെ ബാറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇങ്ങനെ മാറി മാറി വരിക. ഇത് ഒന്നാമത്തെ സെക്ഷൻ, ഇത് രണ്ടാമത്തെ സെക്ഷൻ, ഇത് മൂന്നാമത്തെ സെക്ഷൻ. ഓക്കെ, മാറി മാറി വരിക. ഈ ഒന്നാമത്തെ സെക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് L1 ആണ്. രണ്ടാമത്തെ സെക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്. മൂന്നാമത്തെ സെക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് L3 ആണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ സെക്ഷന്റെ ഏരിയ A1 ആണ്. രണ്ടാമത്തെ സെക്ഷന്റെ ഏരിയ A2 ആണ്. മൂന്നാമത്തെ സെക്ഷന്റെ ഏരിയ A3 ആണ്. ഇതിൽ മൊത്തത്തിൽ വരുന്ന ലോഡ് സെയിം ആണ്. ലോഡ് എന്താണ്? P എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ് തന്നെയാണ്, സെയിം ആയിട്ടുള്ള ലോഡാണ് വരുന്നത്. ഇവിടെ യങ്സ് മോഡുലസ് ഒന്നും മാറുന്നില്ല എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ഈ 3 സെക്ഷൻസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറഞ്ഞ ലോഡ് ഇതിൽ മൊത്തം കൊടുക്കുമ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L1 ആണ്. രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഡെൽറ്റ L2 ആണ്. മൂന്നാമത്തെ സെക്ഷനിൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഡെൽറ്റ L3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നാമത്തേൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഡെൽറ്റ L1 പ്ലസ് രണ്ടാമത്തേൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഡെൽറ്റ L2 പ്ലസ് മൂന്നാമത്തേൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ഡെൽറ്റ L3 ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഓരോന്നിന്റെ ഇലോങ്ങേഷനുള്ള ഇക്വേഷൻ ചെയ്ത് അപ്പൊ ഡെൽറ്റ L ഈസ് ഈക്വൽ ടു ഡെൽറ്റ L1 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതില് നമ്മൾ സാധാരണ ഇക്വേഷൻ PL/A. അപ്പൊ P Lന് പകരം L1 ആവും. ഒന്നാമത്തെ മെമ്പറിന്റെ ലെങ്ത് L1 അല്ലേ? ഡിവൈഡഡ് ബൈ എക്ക് പകരം A1 ആവും. ഇക്ക് പകരം E തന്നെ, ഈ മാറില്ല. രണ്ടാമത്തേന് P L2 ബൈ A2E. മൂന്നാമത്തെ P L3 ബൈ A3E. ഇതാണ് വരുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിപ്പോ 3 സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മളിപ്പോ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. PL1 ഡിവൈഡ് ബൈ A1E പ്ലസ് PL2 ഡിവൈഡ് ബൈ A2E പ്ലസ് PL3 ഡിവൈഡ് ബൈ A3E ആണ് നമുക്ക് വരുന്ന ഇക്വേഷൻ. അതിനെ ഒന്ന് ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു അവിടെ പിയും ഈ എല്ലായിടത്തും കോമൺ ആണല്ലോ. ഇവിടെ നമുക്ക് P ഈ എല്ലായിടത്തും കോമൺ അല്ലേ? ഈ ഒരു ഫാക്ടർ എല്ലാവർക്കും കോമൺ അല്ലേ വരുന്നത്? ഇവിടെയും ഒക്കെ പിയും ഈ കോമൺ അല്ലേ? അപ്പൊ കോമൺ ആയിട്ടുള്ള ഈ മെമ്പർ നമുക്ക് കോമൺ ആയി പുറത്തെടുത്തൂടെ ഇക്വേഷന്റെ? അങ്ങനെ പുറത്തെടുക്കുമ്പോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. P ബൈ E ഇൻറ്റു L1 divided by A1 plus L2 divided by A2 plus L3 divided by A3. ഇങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിലെന്തോ വ്യത്യാസം വരാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതില് ഒരു വ്യത്യാസം വരുന്നത് L1, A1, L2, A2, L3, A3 മാത്രം ഉള്ളിൽ എടുക്കുന്നതിന് പകരം നമ്മുടെ മെറ്റീരിയൽ മാറുക. ഒന്നാമത്തെ മെമ്പറിന്റെ മെറ്റീരിയൽ യങ്സ് മോളിലെ C1 വരും. രണ്ടാമത്തെ മെമ്പറിന്റെ മെറ്റീരിയലിന്റെ യങ്സ് മോളിലെ C2 വരാം. മൂന്നാമത്തെ മെമ്പറിന്റെ മെറ്റീരിയൽ യങ്സ് മോളിലെ C3 വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഡെൽറ്റ L എടുക്കുമ്പോൾ എങ്ങനെ വരും? ഡെൽറ്റ L ഇസ് ഈക്വൽ ടു P ഇൻറ്റു L1 ഡിവൈഡ് ബൈ A1 E1 പ്ലസ് L2 ഡിവൈഡ് ബൈ A2 E2 പ്ലസ് L3 ഡിവൈഡ് ബൈ A3 E3 വരും. എടി ഈ രീതിയിൽ വരും ഇക്വേഷൻ. ആകെ കൂടെ വരുന്ന മാറ്റങ്ങൾ ഇതാണ്. അപ്പൊ കോമൺ ആയിട്ട് ജനറലി നമുക്കിപ്പം ഇവിടെ സ്റ്റെപ്ഡ് ബാസ് വരുമ്പോൾ മാറുന്ന കാര്യം ഇതൊന്നുമല്ല, ഫോഴ്സും കൂടെ മാറും. അതാണ് വരുന്നത്. അത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. കാരണം ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അത് നോക്കി അതിന് ശേഷം നമുക്ക് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. The bar shown in figure 2.21 is tested in universal testing machine. It is observed that at a load 40 kilonewton നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയിൽ എഴുതേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം ഗിവൺ ഡാറ്റയിൽ എഴുതേണ്ട ലോഡ് തന്നിട്ടുണ്ട് അല്ലെ? P എത്രയാ? 40 kilonewton. 40 into 10⁻³ ന്യൂട്ടൺ. ഞാൻ നേരെ കിലോന്യൂട്ടൺ എപ്പോഴും ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ട് ആദ്യം തന്നെ എഴുതും. കാരണം നമുക്ക് അതെന്തിലാ വേണ്ടത്? ന്യൂട്ടണിലാണ് വേണ്ടത്. 40 ന്യൂട്ടൺ into 10⁻³ ന്യൂട്ടൺ. The total extension of the bar എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മെമ്പറിന്റെ ആ ബാറിന്റെ ടോട്ടൽ ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 0.285 mm ആണ് തന്നിട്ടുണ്ട്.
ഓക്കെ, ഡിറ്റർമൈൻ ദി യങ്സ് മോഡുലസ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന അതിനും വലിയ എളുപ്പമുള്ള സാധനമാണ്. യങ്സ് മോഡുലസ് കാണാൻ പറഞ്ഞത്. സോറി, E1 അല്ല, E ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. E ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ E കണ്ടുപിടിക്കുകയാണ്. E കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനില് നമുക്ക് തന്നിരിക്കുന്ന P നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലെങ്ത് ഓരോന്നിന്റെയും മെമ്പറിന് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ? ലെങ്ത് ഓരോ മെമ്പറിന് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഡയമീറ്റർ, ഏരിയ കാണാൻ വേണ്ടി ഡയമീറ്റർ നമ്മൾ ഓൾറെഡി ഓരോ മെമ്പറിന് ലെങ്ത് L1 തന്നിട്ടുണ്ട്. എത്രയാണ്? 160 mm അല്ലെ? L2 തന്നിട്ടുണ്ട്. എത്രയാണ്? 240 mm. അടുത്ത L3 തന്നിട്ടുണ്ട്. എത്രയാണ്? 160 mm. അതുപോലെ D1 ഉം D3 സെയിം ആണ്. സോ A1 ഈക്വൽ ടു A3 ഈക്വൽ ടു π/4 into 25 സ്ക്വയർ വരും അല്ലെ? അതല്ലേ വരിക? A2 വരുന്നത് π/4 into 20 സ്ക്വയർ വരും. ഇത്രയാണ് നമുക്ക് ഇക്വേഷനിൽ വേണ്ട സാധനങ്ങൾ. ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, നേരിട്ടിട്ട് കൊടുക്കുക. അത്രേ നമുക്ക് പണിയുള്ളൂ. A3 ചെയ്യേണ്ടി വരുമ്പോ ഇത്രയും വരും. നേരിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഡെൽറ്റയിൽ അറിയാം E ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ L is equal to P/E into L1 divided by A1 plus L2 divided by A2 plus L3 divided by A3. ഓക്കെ, ഇതില് നമ്മൾ ഈ ഈനെ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങോട്ട് കൊണ്ടുപോവാ. ഡെൽറ്റയിലെ നമുക്കറിയാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. അത്രേ ഉള്ളൂ ഇക്വേഷൻ. അപ്പം E is equal to P divided by delta L into L1 divided by A1 plus L2 divided by A2 plus L3 divided by A3. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഡെൽറ്റ സോറി E is equal to P എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? P തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പോവാം. P തന്നിരിക്കുന്നത് 40 into 10 raised to 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റയിൽ നമുക്ക് തന്നിരിക്കുന്നത് 0.285 ആണ്. 0.285 into L1 തന്നിരിക്കുന്നത് 160 ഡിവൈഡഡ് ബൈ A1 തന്നിരിക്കുന്നത് 490.87 പ്ലസ് L2 തന്നിരിക്കുന്ന L2 തന്നിരിക്കുന്നത് 240 ബൈ A2 തന്നിരിക്കുന്നത് A2 നമ്മൾ കണ്ടുപിടിച്ചത് 314.159 അല്ലെ? 314.159. അടുത്തത് ലെങ്ത് L3 തന്നിരിക്കുന്നത് 160 തന്നെയാണ്. A3 തന്നിരിക്കുന്നത് A1 തന്നെയാണ്. A3 കണ്ടുപിടിക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക ഈസ് ഈക്വൽ ടു
കിട്ടുന്നത് 198715 8715.527 ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇതാണ് കിട്ടുന്നത്. കാൽക്കുലേഷൻ നിങ്ങൾ ചിലപ്പം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ടൈം കുറെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഇത്രയും പ്രോബ്ലംസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാന്. നമുക്ക് അടുത്ത സെക്ഷനിൽ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ടൈം കുറവാണ്. അപ്പോ അടുത്ത സെക്ഷനിൽ ബാക്കിയുള്ള പ്രോബ്ലംസും അടുത്ത പോർഷൻസും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.